ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹൗ ആർ യു? ഐ ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് വെൽ. എൻ്റെ വീട്ടിലെ ഒരു അടിപൊളി ദിവസം. പ്രിയ സൺഡേ അല്ലേ ഇന്ന്? അല്ല, ഇന്ന് തിങ്കളാഴ്ച. സോ ഞാനിപ്പോൾ എൻ്റെ പെങ്ങൾക്ക് വേണ്ടി ഒരു ലഞ്ച് ഉണ്ടാക്കാൻ പോവാം. വെരി സിമ്പിൾ ഹെൽത്തി ലഞ്ച്. ലെറ്റ് മീ ഷോ യു വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് ഐ ആം ഗോണ യൂസ് ഫോർ ദിസ് ലഞ്ച്. ആൻഡ് ഒരു ഒരു കോഴിമുട്ട ഉണ്ട്, അതിൻ്റെ ഒരു ബുൾസ അടിക്കണം വിത്ത് deshi ghee. Then we have one apple, then a toasted banana. That is what we are planning to make it for her. Then yes, let's do it. അങ്ങോട്ട് കിടക്കുമോ? എൻ്റെ മുട്ട കൊണ്ടുവന്നു. സോ മുട്ട ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ അവക്ക് നമുക്ക് ദേശി നമ്മളെ കോഴി, നാടൻ കോഴിയുടെ മുട്ട. ഇതെനിക്ക് ബ്രോയിലർ. ഓക്കെ, ആദ്യം നമുക്ക് ബുൾസയും അടിക്കാം. നല്ല വെട്ടമുണ്ടെന്നും കേൾക്കുന്നുണ്ടെന്നും വിചാരിക്കുന്നു. ഇത് വളരെ ചെറിയൊരു വ്ളോഗ് ആയിരിക്കും. ഈ സഡൻ ഹാപ്പൻ, ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഈ വ്ളോഗ് ചെയ്യണം. പക്ഷെ ഇങ്ങനെ പെട്ടെന്നോട് പറഞ്ഞപ്പം തോട്ട് ഒരു വ്ളോഗ് ചെയ്താൽ എന്താണ്. സോ ഫോർ ദിസ് വി നീഡ് സം ബ്ലാക്ക് പെപ്പർ പൗഡർ. ദെൻ വി ഹാവ് സം സോൾട്ട്. സിമ്പിൾ ആയിട്ട് ലഞ്ച്. കുറച്ചിടും. ഇത് മഞ്ഞ പൊട്ടിക്കണോ? ഓക്കെ, അപ്പൊ മഞ്ഞ പൊട്ടിക്കണ്ട, പക്ഷെ അത് തിരിച്ചിടണം എന്ന് പറഞ്ഞു. സോ യെസ്, ലെറ്റ്സ് ട്രൈ. പറ്റുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് പെപ്പർ, കുറച്ച് സോൾട്ട്. കുറച്ച് കൂടിപ്പോയി തോന്നുന്നു സോൾട്ട്. ഓക്കെ, this is a plate. So ഒന്നുകൂടെ മൊഴിഞ്ഞോട്ടെ. Let me show you the omelette. It look like this. Aywa. അവിടെ ഡയറ്റിൽ ഒരെണ്ണ കഴിക്കാൻ പറ്റത്തുള്ളൂ ഒരു ദിവസം, ഒരു എഗ്. സോ അതുകൊണ്ടാണ് ഒരു എഗ്. തിരിച്ചിടുന്ന ടാസ്ക് കാണുന്നുണ്ട് ഗൈസ്. Oh my god. പ്രിയ തിരിച്ചിട്ട് തരുമോടി? ഓക്കെ ഇപ്പൊ തിരിച്ചിടാം. സക്സസ്ഫുള്ളി മഞ്ഞ പൊട്ടിയില്ല എന്ന് പറഞ്ഞു. നമ്മൾ നൈസായിട്ട് തിരിച്ചിട്ടുണ്ട്. വലിയ ഏത്തക്ക വേണോ നിനക്ക്? എല്ലാം ഒരു സൈസ് ഏത്തക്ക അടി. ഓക്കെ, ഒരെണ്ണം എടുക്കാം, വേണമെന്നുണ്ടാവും കൂടെ കൊടുക്കാം. ഓക്കെ, ഞാൻ കട്ടൊന്നും ചെയ്യുന്നില്ല, എല്ലാം ലൈവായിട്ട് തന്നെ കാണിക്കുക. കട്ട് ചെയ്ത് ഇനി കണക്ട് ചെയ്യാന്ന് എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. സോറി. സോ എല്ലാം സഹിച്ചേ പറ്റത്തുള്ളേ. പെട്ടെന്ന് നോക്കുമ്പോൾ ഉണ്ടാക്കി അയ്യോ. സി, ഏത്തക്ക, ഒരു കാശ്മീർ ആപ്പിൾ. അയ്യോ, നല്ലപോലെ ക്രിസ്പ് ആണോടി? ഓക്കെ, നമുക്ക് ഇത് ആപ്പിൾ ഒന്ന് കഴുകി കൊണ്ടുവരാം, ക്രിസ്പ് ആവട്ടെ. ബനാന അല്ല. സോ പ്രത്യേക സ്റ്റൈലൊന്നും ഇല്ല, ജസ്റ്റ് കട്ട് ചെയ്യുക.
അടുത്ത സീഡൊക്കെ നോക്കുകയാണെങ്കിൽ സ്വാനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ ആവശ്യമൊന്നും ഇല്ല, ഇത്ര ആഡംബരത്തിന്റെ ആവശ്യമൊന്നുമില്ല. ക്യൂബ്സ് ആണോ പച്ചസ് ആണോ ഫ്രീക്ക്? ആപ്പിള് സ്ലൈസ് മതി. സ്ലൈസ് ആക്കണം. സ്ലൈസ് ഓക്കെ. നമ്മുടെ മുട്ട അവിടെ വെന്തിട്ടുണ്ട്. നല്ല ആപ്പിളാടി, നല്ല ആപ്പിള്, നല്ല ആപ്പിള്. ശരിയാണ്. ഞാൻ എൻ്റെ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുമ്പോൾ എഗ് സോയാബീൻ റൈസ്. നമുക്ക് ഇതോടെ ഒന്ന് നെയ്യിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇടിയോ? ഓ, ഇതും സ്ലൈസ് കട്ട് ചെയ്താം. എപ്പോൾ നമ്മൾ വെജസ് അല്ലേ ഇടുന്നത്. സോ ഇതോടെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ഗീ അപ്ലൈ ചെയ്യാം. ഒരുപാട് വേണ്ട, രണ്ടും കൂടെ ഒരു മുട്ടയ്ക്ക് ഇതിനും കൂടെ ഒരു 1/4 ടീസ്പൂൺ അത്രയും നീട് ആവശ്യമുള്ളൂ. ആവശ്യമുള്ള കത്തോളം കഴിക്കാം. ഓക്കെ. അതിനുശേഷം നമുക്ക് എൻ്റെ ലഞ്ചിന് എന്താണ് ഞാൻ ഉണ്ടാക്കുന്നത് കൂടെ കാണിച്ചു തരാം. അത് കുറച്ച് ചുരുക്കി കാണിക്കും. ഞാൻ പണിയും തുടങ്ങിയിട്ടില്ല, പെട്ടെന്ന് സഡൻ ഒരു തീരുമാനമായിരുന്നു വ്ളോഗ് ചെയ്യാൻ. അപ്പം അതൊക്കെ സെറ്റാക്കിയിട്ട് അതോടെ കാണിച്ചിരുന്നു. ഓക്കെ, യെസ്. അപ്പം ഇതാവട്ടെ, അപ്പോൾ കാണിക്കാം. See you guys. കുഴപ്പമില്ല. അപ്പം പ്രിയാച്ചോണ്ട് ലഞ്ച് സെറ്റ് ഞാൻ കാണിച്ചു തരാം. ദിസ് ഈസ് അവർ ലഞ്ച്. എങ്ങനെയുണ്ടടി? ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, കഴിച്ചു നോക്ക്. ആപ്പിള് കാശ്മീരി ആപ്പിള്, നല്ല മധുരമുള്ള ആപ്പിള്. സൈഡിൽ കുറച്ച് ഉപ്പ് കഴിക്കും. ഹെൽത്തി അല്ലേ? ഓക്കെ ഓക്കെ. അവിടെ ലഞ്ച് സെറ്റ് ആയി, നമുക്ക് നമ്മുടെ ലഞ്ച് സെറ്റ് ചെയ്യാം. വലിയ സംഭവമൊന്നുമില്ല. ഞാനൊരു ചെറിയൊരു എങ്ങനെ ഷോട്ട് പറഞ്ഞു തരാം. ഒരു 50 ഗ്രാം ഓക്കെ, ഒരു 50 ഗ്രാം സോയാബീൻ ബോയിൽ ചെയ്യുക. പിന്നെ ഒരു 3 മുട്ട, അതിനകത്ത് കുറച്ച് ചിക്കൻ കറിയുടെ ചാറ് ഒഴിച്ച് കുറച്ച് 200 ഗ്രാം റൈസ് വിട്ട് ഇളക്കി ഒരു ബിരിയാണി പരിവത്താക്കി അത് കഴിക്കാൻ പോകുന്നത്. സോ ലെറ്റ് മീ ഷോ യു ഹൗ ഐ ആം ഗോയിങ് ടു പ്രിപ്പയർ ദാറ്റ് ഡിഷ്. ഓക്കെ ഓക്കെ. നമ്മൾ നാട്ടിൽ വന്നിട്ട് ജിമ്മിൽ പോകാൻ പറ്റിയതുവരെ. അപ്പോൾ ഇന്ന് വൈകിട്ട് തൊട്ട് ജിമ്മിൽ പോകാൻ പോവാം. സോ ഞാൻ ഡയറ്റെല്ലാം അങ്ങനെ തന്നെ കോൺഷ്യസ് ആയിട്ടാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് വൈകിട്ട് തൊട്ട് ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യും. സോ നമ്മുടെ അടുത്തുള്ള ഒരു കുറച്ച് 1/2 കിലോമീറ്റർ പോലും ഇല്ല, തൊട്ടപ്പുറത്ത് നവജീവനി എന്ന് പറയുന്ന പുതിയ ജിമ്മല്ല, വേറെ ബ്രാഞ്ചസ് ഉണ്ട്. സോ നമ്മുടെ അടുത്ത് പുതിയതായിട്ട് തുടങ്ങിയ ബ്രാഞ്ച്. സോ അവിടെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം പൈസ ഒക്കെ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് അപ്പോൾ പോയപ്പോൾ അവർ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. സോ നമുക്ക് 4 മണിയാകുമ്പോൾ പോവാം.
അവിടെ ഞാൻ പോയിട്ട് അറിയത്തില്ല വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ കുറച്ച് ഒരു ഇതുള്ള ആളാ, അവിടെ ചെന്ന് പരിചയമൊക്കെ ആയിട്ട് വ്ളോഗൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല. ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സോയാബീൻ റൈസ്. വലിയ സംഭവമൊന്നുമില്ല, ഒന്നും വെജിറ്റബിൾസും കണ്ടില്ല, കുറച്ച് ചിക്കൻ കറിയും മുട്ടയും കുറച്ച് ചോറും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ദറ്റ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു മേക്ക് ആൻഡ് ഗൈസ് ലെറ്റ് മീ ഷോ യു. അവിടെ സോയാബീൻ കുക്കായി കഴിഞ്ഞു, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇത് കഴിക്കാൻ ഉണ്ടാക്കി തന്നില്ലേ? ഓക്കെ ഗൈസ്, സോയാബീൻ കുക്കായിട്ടുണ്ട്. ഞാൻ ഒറ്റ സ്ട്രെച്ചിലങ്ങ് എടുക്കാൻ പോയി. എനിക്ക് ഒരുപാട് സ്ട്രെച്ച് ലൈക്ക് കണക്ഷൻ ഒന്നും എനിക്ക് വൈകി പറഞ്ഞു സമയം നമ്മുടെ. സോ ഓക്കെ, അപ്പം നോ ഓയിൽ നോ മസാലാസ് അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി ചിക്കൻ കറി അത്യാവശ്യം എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സോയാബീൻ ബോയിൽ ചെയ്ത് നമുക്ക് കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്യാം. വെള്ളം ഞെക്കി കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പോകും. അപ്പം നമുക്ക് ഇതിനകത്ത് ഇട്ട് ഒന്ന് വെള്ളം മരിച്ചെടുക്കും, ഒന്ന് ഡ്രൈ ആണ്, അത്രേ ഉള്ളൂ. ഒരു 50 ഗ്രാം സോയാബീൻ എന്നാണ് പറയുന്നത്, സോയാബീൻ എന്ന് പറയുന്നത് വേറെ സംഭവമല്ലേ, പക്ഷെ എല്ലാവരും സോയാബീൻ എന്നാ പറയുന്നത്. പക്ഷെ ഇത് സോയ ചങ്ക്സ് ആണ്. സോയാബീൻ എന്ന് പറയുമ്പോൾ സോയാബീനിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സോയ ചങ്ക്സ്. പക്ഷെ നമ്മുടെ നാട്ടിലെല്ലാവരും സോയാബീൻ എന്നാ പറയുന്നത്. എന്താണ് എനിക്ക് തോന്നുന്നത്, ഞാൻ പണ്ട് തൊട്ടാ പറയുന്നത് സോയാബീൻ എന്നാണ്, പക്ഷെ ആക്ച്വലി സോയ ചങ്ക്സ് ആണ്. ഓക്കെ, ഇത് ഉപയോഗിക്കാം. അവിടെ അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. സോയാബീനിൽ അത്യാവശ്യം ഉപ്പും ഉണ്ട്. ഞാൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടാ വേവിച്ചു, അപ്പൊ പിന്നെ അത് കുറച്ച് ഉപ്പും ഉണ്ട്. ഓക്കെ, ഫ്രീ സൗണ്ട് ഓർക്കണടി. സോയാബീൻ ടോസ്റ്റ് എന്നൊക്കെ 3 മുട്ടയുടെ പൊട്ടിച്ചിടുന്നുണ്ട്. വീഡിയോ ഓൺ ആക്കുന്ന കുറച്ച് കഥയൊക്കെ പറഞ്ഞായിരുന്നു. അയ്യോ, നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ ഇങ്ങനെ? പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ആ മുട്ടയ്ക്കകത്തുനിന്ന് ഒരു തൂത്തെടുക്കുന്നു, ഒരു തുള്ളി പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഏത് കൊണ്ടിട്ട് വെച്ചേ ഡിസൈനസ് അബ്ദുള്ള ആക്കടി, അതാണോ? ഓക്കെ, അപ്പം നമ്മൾ സോയാബീനകത്ത് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് മുട്ടയ്ക്ക് വേണ്ട ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, മുട്ടയ്ക്ക് കുറച്ച് ചോറും ഉണ്ട്, ശകലം പെപ്പർ കൂടി ഇട്ട് കൊടുക്കാം. മുട്ട ഡ്രൈ അങ്ങനെ ആവേണ്ട ആവശ്യം എനിക്ക് അങ്ങനെ ഇല്ല, എനിക്ക് അങ്ങനെ ഡ്രൈ ആക്കുന്ന ഇഷ്ടമല്ല. സോ നമുക്കൊരു 150 ഗ്രാം റൈസ് ഉണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, 150 ഗ്രാം റൈസ് കൂടെ ഇടുന്നുണ്ട്. ഇപ്പൊ സിറ്റുവേഷൻ കാണണം. ഞാൻ ബാക്ക് ക്യാമറ ഒന്നും എടുക്കുന്നില്ല, പിന്നെ കട്ട് ചെയ്യാനൊക്കെ നിൽക്കണം. സോ ഞാൻ ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, 4-ാം തീയതി വരും. ഇവനെ സുഖമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഓക്കെ, ഇതൊന്ന് ട്രൈ ആക്കാം, അത്രേ ഉള്ളൂ. നീ പോയി കഴിച്ചോടി, 5-10 മിനിറ്റ് ഉണ്ട്, 5-10 മിനിറ്റ് ഉണ്ട്.
5 മിനിറ്റുള്ളിൽ വരും. ഓക്കെ, സെറ്റ്. അയ്യോ, അച്ചാറായിരുന്നോടി. ഇന്നലത്തെ ചിക്കനാ. ഇപ്പോഴും ഇങ്ങനെ ആയിരിക്കുന്നത് കേട്ടോ. നമ്മൾ വേറെ പൗഡർ ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് പെപ്പർ ഇട്ട്, ബാക്കി ചിക്കൻ കറിയുടെ കളറാണ്. ഇത്രയും കളർ കുഴപ്പമില്ല, കാരണം വെച്ചാലേ കാശ്മീരി ചില്ലി പൗഡർ, അതുകൊണ്ട് ഇത്രയും കളറായിട്ട് തോന്നിക്കുന്നത്. വലിയ എരിയൊന്നുമില്ല, പക്ഷെ പെപ്പർ ഇട്ടാലും ഒരു പൊക്കച്ചൽ എനിക്കുണ്ട്. പക്ഷെ കുഴപ്പമില്ല, സ്പൈസി അല്ലേ. സോ ഇതൊന്ന് ഡ്രൈ ആയി. ഇത്രയും ഉള്ള സംഭവം, നമുക്ക് കഴിക്കാം. ഓക്കെ, ഏതുകൊണ്ടാണ് വെച്ചേക്കുന്നേ? ഏത് പടം വെച്ചേക്കുന്നേ? ഏത് പടം വെച്ചേക്കുന്നേ? പടം ഏതാ? പടം ഏതാ വെച്ചേക്കുന്നേന്ന്? വാത്സല്യം മൂവി. ഡിന്നർ ഈസ് റെഡി. ഫോക്കസ് ഫോക്കസ് ചെയ്യടേ. നല്ല ചൂട്. ഇപ്പൊ കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അയ്യോ, ഡിന്നർ അല്ല, ലഞ്ച്. ഓക്കെ, ഇപ്പോഴാണ് ഗ്യാസ് ഓഫ് ചെയ്ത്. വൈക്കോലോ ഇന്നെന്താ പുല്ലറിഞ്ഞില്ലേ? പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പണി? 3-4 പെണ്ണുങ്ങളുള്ള വീടാ. ഇത്തിരി പുല്ലരിഞ്ഞു കൊടുക്കാൻ ആർക്കും ഇല്ല സമയം. വൈക്കോൽ ഇപ്പൊ വില എന്താണെന്നറിയോ? 3 നേരം ഉരുട്ടി വിഴുങ്ങണമെന്നല്ലാണ്ട് ഇവിടത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ആർക്കും അറിയണ്ടല്ലോ. ഓത്തിനെക്കൊണ്ട് പണിയെടുക്കാൻ അടുത്തുണ്ടല്ലോ അവിടെ. ആരും വലിച്ചു വെച്ചു പോച്ചു. എഴുതിരിക്കാണ്ട് വെച്ചോ പറഞ്ഞ. പുല്ലരിയാൻ അവള് പോയതാണ്. പിന്നെന്താ സൗകര്യത്തില്ലായിരിക്കും. അവിടെ ഒരു പാമ്പിനെ കണ്ടവള് പേടിച്ചു. അതുകൊണ്ട് ഞാനാ പറഞ്ഞേ ഇന്ന് പുല്ലരിയണ്ടാന്ന്. അത് പറഞ്ഞില്ല അവള്. പറയാനൊരു ഇട കൊടുക്കണ്ടേ? പറമ്പിലൊക്കെ നടക്കുമ്പോ സൂക്ഷിക്കണമെന്ന് പറയാവുള്ളൂ. എന്തേലും വന്നുപോയാൽ ഞാൻ തന്നെ ഓടണേ. അതിനും വടക്കേ ജില്ലയിലടുത്ത് നല്ല മൂത്ത ഇനുണ്ട്. താങ്ക് യു ഗൈസ്. അപ്പൊ നമ്മള് ഫുഡൊക്കെ സെറ്റ് ആവട്ടെ. സെറ്റ് ആയിട്ട് എന്നെ ഫോക്കസ് ഫുഡൊക്കെ സെറ്റ് ആവട്ടെ. നമ്മൾ പഴയ പടം വെച്ചിട്ടുണ്ടാക്കുക കണ്ട് കഴിച്ചുകൾ സെറ്റ് ആവട്ടെ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം പ്രവീൺ അനിൽ. കാരണം വെച്ചാൽ എന്റെ വായ എരിയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ബൈ ബൈ, സീ യു. ഓക്കെ, ബൈ ബൈ.